ദില്ലിയിൽ വായുമലിനീകരണം രൂക്ഷമാണ്. കഴിഞ്ഞ 5 വർഷത്തിലെ ഏറ്റവും കൂടിയ തോതിലാണ് ഈ മാസം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്നലെ ദില്ലിയിൽ വായുമലിനീകരണ തോത് 400 കടന്നു. അന്തരീക്ഷത്തിലെ പുകപടലങ്ങൾ മാറാതെ തുടരുകയാണ്. ദില്ലിയിൽ ഡീസൽ ഭാരവാഹനങ്ങൾക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് സർക്കാർ. ഇപ്പോൾ പി ആർ സുനിൽ ചേരുന്നുണ്ട്. പി ആർ സുനിൽ, വെരി ഗുഡ് മോർണിംഗ്. കാര്യങ്ങൾ കുറച്ചുകൂടി വഷളാവുകയാണോ ദില്ലിയിൽ? ദില്ലിക്ക് ശ്വാസം മുട്ടുന്നു എന്ന് പറഞ്ഞാണ് നമ്മൾ എല്ലാ വാർത്താ പ്രഭാതത്തിലും ദില്ലിയിലെ കാര്യങ്ങൾ ചോദിക്കാറ്. ശരിക്കും ശ്വാസം മുട്ടി തുടങ്ങി അല്ലേ സുനിൽ? അരുൺ, ഗുഡ് മോർണിംഗ്. തീർച്ചയായും ദില്ലി ശ്വാസം മുട്ടുകയാണ്. അതായത് ദില്ലിയിലെ ഈ ഒരു മലിനീകരണ തോത് ഇപ്പോൾ കഴിഞ്ഞ 5 വർഷത്തെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ 5 വർഷത്തിൽ ഏറ്റവും കൂടിയ തോതിലാണ്, കൂടിയ അളവിലാണ് ഒക്ടോബർ മാസത്തിൽ മലിനീകരണം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്നലെ 350 മുതൽ 400 മുകളിൽ വരെ ചിലയിടങ്ങളിൽ വായു മലിനീകരണ തോത് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇന്ന് രാവിലെ നമ്മൾ നോക്കുമ്പോൾ ഇതിന്റെ എയർ ക്വാളിറ്റി ഇൻഡെക്സ് പരിശോധിക്കുമ്പോൾ ചെറിയ ആശ്വാസം നോക്കി കണക്കുകളിൽ കാണാം. പക്ഷേ ഇത് അല്പസമയത്തിനകം ഇത് മാറാനുള്ള സാധ്യതയുണ്ട്. കാരണം കൂടുതൽ വാഹനങ്ങളൊക്കെ തന്നെ നിരത്തിലേക്ക് വരുമ്പോൾ ഈ കണക്കുകൾ മാറാം. വൈകിട്ടോടുകൂടി വീണ്ടും മലിനീകരണ തോത് ഉയരാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. ഏതായാലും ഒരു മഴ ലഭിച്ചാൽ മാത്രമേ ഈ ഒരു മലിനീകരണ തോത് പെട്ടെന്ന് കുറയുകയുള്ളൂ. അപ്പോൾ ഒരു കൃത്രിമ മഴ പെയ്യിപ്പിക്കാനുള്ള ഒരു ശ്രമമൊക്കെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയത് നമുക്കറിയാം. അതിനായി ക്ലൗഡ് സീഡിംഗ് ഒക്കെ തന്നെ നടത്തിയെങ്കിൽ പോലും ഫലമുണ്ടായില്ല. അപ്പോൾ കൃത്രിമ മഴ പെയ്യില്ല എന്ന് ഉറപ്പായി. ഇനിയിപ്പോൾ സാധാരണ നിലയിൽ മഴ പെയ്താൽ മാത്രമേ ദില്ലിക്ക് ആശ്വാസമുള്ളൂ. പക്ഷേ ആകാശം നോക്കിയാൽ മേഘാവൃതമാണ്. ഇത് മഴ പെയ്യാനുള്ള സൂചനയായി നമുക്ക് കാണാൻ കഴിയില്ല. കാരണം അത്രയ്ക്ക് പൊല്യൂഷനാണ്. അപ്പോൾ പുക പടലങ്ങളാണ് ആകാശത്താകെയുള്ളത്. അപ്പോൾ മഴയ്ക്കായി ദില്ലി കാത്തിരിക്കുകയാണ്. വലിയ തോതിൽ തന്നെ മലിനീകരണം തുടരുന്നു. ഏതായാലും ഡൽഹിയിൽ ഈ അരുൺ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഈ ഡീസൽ ഭാരവാഹനങ്ങൾക്കൊക്കെ തന്നെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പോലീസൊക്കെ തന്നെ ഡൽഹി അതിർത്തിയിലൊക്കെ തന്നെ നിന്ന് അത്തരം വാഹനങ്ങൾ, പ്രത്യേകിച്ച് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന വാഹനങ്ങളൊക്കെ തന്നെ തടഞ്ഞ് വഴിതിരിച്ച് വിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡൽഹിയിലേക്ക് കൂടുതൽ വാഹനങ്ങൾ പുറത്തുനിന്ന് എത്താതിരിക്കാൻ, പ്രത്യേകിച്ച് ഈ ഡീസൽ ഭാരവാഹനങ്ങൾ എത്താതിരിക്കാനുള്ള വലിയ ശ്രമങ്ങൾ ഡൽഹി സർക്കാർ നടത്തുന്നുണ്ട്. ഏതായാലും മലിനീകരണം തടയാനായി വാട്ടർ സ്പ്രേ നടത്തുന്നുണ്ട്. അങ്ങനെ കുറേ ശ്രമങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ പോലും ഒക്ടോബർ മാസത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന മലിനീകരണ തോത് എന്നത് കഴിഞ്ഞ 5 വർഷത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കിലാണ്.